ആദ്യത്തെ പുൽക്കൂട്. ഒരിക്കൽ അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് ഈശോയുടെ ജനനം ജനങ്ങൾക്കിടയിൽ കൂടുതൽ ആഴത്തിൽ പതിയുവാൻ എന്തു ചെയ്യാമെന്ന് ചിന്തിച്ചു. പലരും ക്രിസ്തുമസ് ആഘോഷിക്കുന്നുണ്ടെങ്കിലും അതിന്റെ പ്രാധാന്യം ഉൾക്കൊള്ളുന്നുണ്ടായിരുന്നില്ല. എന്നാൽ ദൈവം തന്നെ ശൂന്യനാക്കി മനുഷ്യർക്കിടയിൽ വസിക്കുവാൻ ഇറങ്ങി വന്നതിന്റെ മാഹാത്മ്യം അവർ തിരിച്ചറിയണമെന്ന് ഫ്രാൻസിസ് ആഗ്രഹിച്ചു. ക്രിസ്തുമസ് അടുത്തപ്പോൾ അദ്ദേഹം ഇറ്റലിയിലെ ഒരു കൊച്ചു ഗ്രാമമായ ഗ്രെച്ചിയോ സന്ദർശിച്ചു. അവിടെ ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിനെ ഓർമ്മിപ്പിക്കുന്ന ഒരു ഗുഹ ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ ഒരു പുത്തൻ ആശയം അദ്ദേഹത്തിന്റെ മനസ്സിലുയർന്നു. ഗ്രാമവാസികളുടെ സഹായത്തോടുകൂടി അവിടം അദ്ദേഹം ഒരു ചെറിയ കാലിത്തൊഴുത്ത് സജ്ജമാക്കി. അതിലേക്ക് കുറെ പുല്ലും ഒരു കാളയെയും ഒരു കഴുതയെയും കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. ഗ്രാമവാസികൾ കയ്യിൽ ജ്വലിക്കുന്ന തീപ്പന്തങ്ങളുമായി ഗുഹയ്ക്ക് ചുറ്റും കൂടി. പുല്ല് നിറച്ച തൊട്ടിലിനെയും സമീപം നിൽക്കുന്ന മൃഗങ്ങളെയും വിശുദ്ധ കുർബാനയ്ക്കായി ഒരുങ്ങുന്ന വൈദികനെയും അവർ കണ്ടു. ഇതുവരെ കണ്ടിട്ടില്ലാത്ത അത്ഭുതകരമായ ആ കാഴ്ച കണ്ട് ജനങ്ങൾ അത്ഭുതപ്പെട്ടു. ക്രിസ്തുമസിന്റെ അനുഭവം അവരിൽ ആഴത്തിൽ പതിഞ്ഞു. തുടർന്ന് ഫ്രാൻസിസ് എളിമയോടും ആഴമായ സ്നേഹത്തോടും കൂടി ജനങ്ങളോട് ക്രിസ്തുമസിന്റെ സന്ദേശം പങ്കുവച്ചു. ഫ്രാൻസിസിന്റെ വാക്കുകൾ അവരെ ചിന്തിപ്പിക്കുകയും മിഴികൾ ഈറനണിയിക്കുകയും ചെയ്തു. തൊട്ടിലിൽ ഉണ്ണീശോ ഉണ്ടായിരുന്നില്ലെങ്കിലും ഈശോയുടെ ജനനത്തിന് തന്നെയാണ് അവർ സാക്ഷ്യം വഹിക്കുന്നതെന്ന് അവർക്ക് തോന്നി. എച്ചിയോയിലെ ആ രാത്രി മുതൽ പുൽക്കൂടുകൾ ഉണ്ടാക്കുന്ന പതിവ് ലോകമെമ്പാടും വ്യാപിച്ചു. ഇന്ന് ഓരോ പുൽക്കൂടും ഫ്രാൻസിസിന്റെ ലളിതമായ വിശ്വാസത്തെയും ക്രിസ്തുമസിന്റെ അത്ഭുതത്തെയും ഓർമ്മപ്പെടുത്തുന്നു. പ്രിയ കുട്ടികളെ, ദൈവം തന്നെ ശൂന്യനാക്കി മനുഷ്യർക്കിടയിൽ വസിക്കുവാൻ വന്നതുപോലെ നമ്മുടെ ജീവിതവും എളിമയുടെ പര്യായങ്ങളാകേണ്ടതാണ്. അഹങ്കാരത്തിന്റെ രാജകൊട്ടാരങ്ങളിലല്ല, ലാളിത്യത്തിന്റെ കാലിത്തൊഴുത്തിലാണ് ഈശോ ജനിക്കുക. ഈ ക്രിസ്മസിൽ എന്റെ ഹൃദയത്തിൽ ഈശോ ജനിക്കണമെങ്കിൽ എന്റെ ഹൃദയവും ലാളിത്യത്തിന്റെ കാലിത്തൊഴുത്തായി മാറണം. സ്നേഹപൂർവ്വം, ഫാദർ പോൾ മൊറേലി.